ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണു നമ്മളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് വെറും സാധ്യത മാത്രം മോളെ, പോയിന്നല്ല. പോയിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിന്റെ ആത്മാവിന് ശാന്തി കിട്ടണം. അതിനുള്ള സൂചനയായിട്ടാണ് ഞാൻ ഈ സ്വപ്നത്തെ കാണുന്നത്. പറഞ്ഞു തരാൻ പറ്റാത്തവർക്ക് സ്വപ്നത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയെടുക്കാൻ ഒരു ശ്രമം. അമ്മ പറഞ്ഞു വരുന്ന എന്താ? വിഷ്ണുവിന്റെ അപകടം പറ്റിയെന്നാണോ? മോളെ ഉറപ്പല്ല, പക്ഷെ അങ്ങനെ ചിന്തിക്കാന്ന. അങ്ങനെയാണെങ്കിൽ ആ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടത് ബലികർമ്മം തന്നെയാ. അമ്മേ, മോളെ വിഷ്ണുവേട്ടന് വേണ്ടി ബലിയിടണമെന്നാണ് പറയുന്നത്. അത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ശാലിനി, അത് വേണം. അത് ചെയ്തില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കൂടെ അതിന്റെ ദോഷം ബാധിക്കും. 7 തലമുറകൾ അതിന്റെ ദോഷം അനുഭവിക്കുകയും ചെയ്യും. നമ്മുടെ ഒരു സ്വാർത്ഥതയുടെ പേരിൽ വരും തലമുറകൾക്ക് വരെ ഒരു ശാപം വാങ്ങി കൊടുക്കണോ? അമ്മയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന അമ്മ? എന്റെ ഈ നെറ്റിയിലെ സിന്ദൂരം, കഴുത്തിലെ ഈ താലി, ഇതെല്ലാം മറന്ന് ഞാൻ വരും. എന്റെ വിഷ്ണുവേട്ടൻ തിരിച്ചു വരും. ഇനി അഥവാ എന്തൊക്കെ സംഭവിച്ചാലും ആ വിശ്വാസത്തിൽ ഞാൻ ഇനിയുള്ള കാലം ജീവിച്ചോളാം. മോളെ, നിന്റെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഈശ്വരന്മാരെ കാണിച്ചു തരുന്നത് കണ്ടില്ലെന്ന് വെക്കാൻ നമുക്കാവില്ല. ബലിയിടുക എന്ന് പറഞ്ഞാലേ എന്റെ വിഷ്ണുവേട്ടൻ ഇല്ലാന്ന് കരുതിയിട്ട് വേണ്ടേ? എങ്ങനെയാ അമ്മ, എങ്ങനെ അതൊക്കെ ചെയ്യാ? വിഷ്ണു ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് നമ്മുടെ കയ്യിൽ എന്താ തെളിവ്? ഒന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഒരു ശാപത്തിൽ നിന്നും ആ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷിക്കാനായി അവരെ കൊണ്ട് തന്നെ അരിയും പൂവും നനച്ചിടിക്കണം മോളെ. അമ്മ വീണ്ടും വീണ്ടും എനിക്കൊന്നും കേക്കണ്ട മോളെ. ശാലിനി, നമ്മൾ ഇങ്ങനെ ചെയ്തു എന്ന് വെച്ച് ജീവിച്ചിരിക്കുന്നവർ തിരിച്ചു വരാതെ ഒന്നും ഇരിക്കില്ല. വിഷ്ണു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷെ മറിച്ചാണെങ്കിൽ ഈ ഒരു കർമ്മം ചെയ്യാത്തതിന്റെ സങ്കടം അത് നമ്മള് മരിക്കുന്നവരെ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും മോളെ. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കുഞ്ഞുങ്ങളെ നിന്നോട് ചോദിച്ചാലോ, അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ പോലും അമ്മ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചില്ലല്ലോ എന്ന്. അതൊരു തീരാ ശാപമായി എന്നും നിന്നെ പിന്തുടരും മോളെ. മോളെ, നമുക്ക് ആ സ്വാമി പെരുമാളിനെ ഒന്നുകൂടെ ഒന്ന് കാണാം. ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അദ്ദേഹം പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി മോളിത് സമ്മതിക്കണം. പറ്റില്ലമ്മ. വിഷ്ണുട്ടനില്ലാതെ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അമ്മ എന്നെ നിർബന്ധിക്കരുത്.